1959 SN കോളേജിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു നേരെ വീട്ടിൽ വന്നിരുന്നു. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അധ്യാപികയാവുകയായിരുന്നു. അതെനിക്ക് സാധിച്ചില്ല. പിന്നെ MSc അഡ്മിഷൻ കിട്ടിയില്ല, കാരണം അത്രത്തോളമുള്ള മാർക്കില്ല. അപ്പോൾ MSc അഡ്മിഷൻ കിട്ടാൻ അന്ന് 5-6 സീറ്റ് യൂണിവേഴ്സിറ്റി കോളേജ്. ചോദിച്ചോട്ടെ, ഇടയിൽ SN കോളേജിൽ പഠിക്കുമ്പോൾ ചെറിയ പോയിട്ട് വരുമായിരുന്നു? അല്ലല്ല, കോളേജ് ഹോസ്റ്റലിൽ തന്നെ. അന്നും ആദ്യം ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പം സദനത്തിലായിരുന്നു താമസിക്കുന്നത് ഇവിടെ. കാരണം ഇവിടെ വിമൻസ് കോളേജിലായിരുന്നു നമ്മളെ ട്രെയിനിങ് NCCയുടെ. അത് കഴിഞ്ഞിട്ട് SN കോളേജ് ഹോസ്റ്റലിൽ തന്നെ താമസിച്ചത്. ആ പഠിക്കുന്ന കാലത്ത് വല്ല സാഹിത്യമോ? അന്നേരം എഴുത്തൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രസംഗത്തിന് പോകുമായിരുന്നു. കോളേജ് വിദ്യാഭ്യാസ കാലത്തെ കാര്യമായതുകൊണ്ട് ചോദിക്കായിരുന്നു, വല്ല പ്രണയം വല്ലതും ഉണ്ടായിരുന്നു? പ്രണയം സ്വാഭാവികമായിട്ട് നമുക്ക് പലരോടും ചിലപ്പം മനസ്സിൽ പ്രണയം തോന്നും. അതൊന്നും നമ്മൾ പുറത്തു പറയാറില്ലല്ലോ. പറഞ്ഞതുമല്ലോ ഉണ്ടായിരുന്നു? അങ്ങനെയൊക്കെ കുറേ ഓരോരുത്തർക്കൊക്കെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ് കുടുംബം കലക്കല്ലേ. അത് അങ്ങനെ അതിപ്പോ ചോദിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞത് കൊണ്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകും. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ അടുത്ത ഇടപഴകുന്ന ആൾക്കാരോട് മാനസികമായിട്ട് നമുക്ക് ചിലരോട് പ്രത്യേക ഒരു അടുപ്പം തോന്നും. പക്ഷെ അന്നത്തെ തീർച്ചയായിട്ടും അന്നത്തെ പ്രണയങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ആൺപിള്ളേരോട് മിണ്ടാൻ പാടില്ലല്ലോ. വളരെ അടുത്ത് 2 ദിവസം സംസാരിച്ചാൽ ഓരോ പ്രണയമെന്ന് പറയും. അങ്ങനത്തെ ഒരു കാലമാണ്. ആൺകുട്ടികൾ പ്രത്യേകം ഇരിക്കും, പെൺകുട്ടികൾ പ്രത്യേകം ഇരിക്കും. ഇടയ്ക്ക് ഞങ്ങൾ ലോ കോളേജിൽ വന്നതിന് ശേഷമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിച്ച് തുടങ്ങി. അതിനു മുമ്പ് നമ്മൾ സംസാരിക്കത്തില്ല. വളരെ അപൂർവമായിട്ട് 1-2 വാക്കുകളെ പറയാറുള്ളൂ. പേടിയാണ്. ഉടനെ പ്രണയം എന്ന് പറയും. 3 ദിവസം സംസാരിച്ചാൽ തീർന്നു പ്രണയം എന്ന് പറയും. അല്ല, അങ്ങനെ മനസ്സിൽ പ്രണയം തോന്നിയതെന്ന് ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. അവരാരെങ്കിലും പ്രശസ്തരായിട്ടുണ്ടോ? അല്ല, എല്ലാവരും ഒക്കെ ലോ കോളേജിൽ നിന്ന് വന്നവരൊക്കെ തന്നെ പ്രശസ്തരായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് ആരെങ്കിലും പുറകെ ഒരുപാട്? അങ്ങനെ എന്റെ പുറകെയൊന്നും ആരും നടന്നിട്ടില്ല. ഈ ഉറക്കം തൂങ്ങുന്ന പുറകെ ആരും വരാൻ? അല്ല, അത് കഴിഞ്ഞ് പിന്നല്ല, SN കോളേജ് വിട്ടതിന് ശേഷം പിന്നെ ഉറക്കമൊന്നുമില്ല. ലോ കോളേജിൽ വരാൻ താല്പര്യമില്ലായിരുന്നു? ഇല്ല. കാരണം SN കോളേജിൽ നിന്ന് വന്ന് എനിക്ക് MSc അഡ്മിഷൻ കിട്ടണ്ടേ. അപ്പോൾ വെളിയിൽ പോകാനായിട്ട് എൻ്റെ അച്ഛൻ അന്നേരം ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. എൻ്റെ ചേച്ചി കല്യാണം കഴിച്ചു, ഭർത്താവിന് കടങ്ങളുണ്ടായി, അച്ഛൻ്റെ ജോലി പോയി. അങ്ങനെയൊക്കെ വന്നപ്പം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ എന്നെ വെളിയിലൊന്നും അയക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ 9 മക്കളും ഇല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരുപാട് കേസുകളുമായി. ഇതെല്ലാം കൊണ്ട് അച്ഛൻ കോടതി ചെന്ന് കാത്ത് രാവിലെ മുതൽ അവിടെ നിന്ന് ബഹളമുണ്ട്, വിഷമിച്ച്. അപ്പം വിചാരിച്ച ഇവള് സംസാരിക്കുമല്ലോ എന്ന് ഇവളെ ലോ കോളേജിൽ അയക്കാം. പക്ഷേ എനിക്കാണെങ്കിൽ വക്കീലെന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഉടനെ ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് ഡേറ്റിൽ അച്ഛൻ പറഞ്ഞു, ലോ കോളേജിൽ ചേരണം, നീ പ്രാക്ടീസ് ചെയ്യാനും ശരി ഇല്ലേലും ശരി ലോ കോളേജിൽ ഇന്ന് പോയേ പറ്റുള്ളൂ. അങ്ങനെ അച്ഛൻ്റെ കൂടെ കരഞ്ഞ് നേരെ ലോ കോളേജിൽ എത്തുന്നു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എൻറോൾ ചെയ്തു. 1962 എൻറോൾമെൻറ്റായി. എൻറോൾമെൻറ്റ് കഴിഞ്ഞപ്പോൾ ആരുടെ കൂടെ പോകണം? ഏതെങ്കിലും ആണുങ്ങൾ പെണ്ണുങ്ങൾ എടുക്കുമോ? അന്നത്തെ കാലത്ത് പെൺപിള്ളേരെ ജൂനിയറായി വയ്ക്കുക എന്ന് പറഞ്ഞാൽ സീനിയറിൻ്റെ ഭാര്യമാർക്ക് സങ്കടമാണ്, അവർക്ക് പേടിയാണ്. അപ്പോൾ അവരെ ഒബ്ജക്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കേസ് നടത്തുന്ന G. വിശ്വനാഥൻ, അദ്ദേഹത്തെ കഴിഞ്ഞ ആഴ്ച മരിച്ചത്. അദ്ദേഹത്തിൻ്റെ എൻ്റെ അച്ഛൻ്റെ കേസുകളൊക്കെ അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ദാമോര, ഇത് പെണ്ണുങ്ങൾക്ക് പറ്റുന്ന പണിയൊന്നുമല്ല, വേറെ വല്ല പണിയും നോക്കി പോകാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനാകെ വിഷമായി. അച്ഛൻ അവിടെ കാത്തു നിന്ന ദുഃഖിതനായിട്ട്. അപ്പോൾ ഒരു ഗുമസനുണ്ടായിരുന്നു, ബാലംപിള്ള. ഗുമസന്മാരുമായിട്ടാണല്ലോ ഈ കക്ഷികൾക്ക് കൂടുതൽ അടുപ്പം. ബാലംപിള്ളയെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, നന്നാവുന്നെങ്കിൽ നന്നാവട്ടില്ലെങ്കിൽ അങ്ങ് പോട്ടെ. അപ്പോൾ ബാലംപിള്ള നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. വൈകുന്നേരം സ്വാമി കേസെല്ലാം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് വന്നെത്തിയപ്പോൾ അച്ഛൻ ഇങ്ങനെ നിൽക്കുക. അപ്പം അച്ഛൻ്റെ അടുത്ത് ബാലംപിള്ള എന്ന് പറഞ്ഞാൽ, അയ്യോ സാറേ, എത്രയോ കാലമായിട്ട് നമ്മളെ കക്ഷിയല്ലേ ദാമോദരൻ, വന്നിട്ട് പോട്ട് സ്വാമി, നന്നാവണമെന്ന് നന്നാവട്ടില്ലെങ്കിൽ അങ്ങ് പൊക്കോട്ടെ, ഇങ്ങനെ ബാലംപിള്ള പറഞ്ഞു. അപ്പോൾ ഉടനെ ആയിക്കോട്ടെ ഇങ്ങനെ സ്വാമിയും പറഞ്ഞു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. സാലറീഡ് ആയിരുന്നു? അല്ല, വക്കീൽ പണിയല്ലേ, അതിന് ആര് പൈസ തരുന്നത്? നമ്മൾ ഒരു കേസ് പ്രധാന വക്കീലിന്റെ കൂടെ ഒരു കേസിന് പോയാൽ ഞാൻ പഠിക്കാൻ വേണ്ടി ഒരു കേസിങ് എടുത്ത് തരാൻ പറഞ്ഞു കുമസനോട്. എന്താണെന്നൊന്ന് പഠിക്കണ്ടേ. അങ്ങനെ കേസ് കിട്ടും എടുത്ത് ഹോസ്റ്റലിൽ വന്നിരുന്നിട്ട് തിരിച്ചു മറിഞ്ഞു. അന്യായം എന്തോന്ന്, പത്രിക എന്തോന്ന്, ഒരു വസ്തു അറിയില്ല. അപ്പം ഒരാഴ്ച ആകുന്നതിന് മുമ്പ് സ്വാമി എന്നോട് പറയുക, എൻ്റെ ഗുരു, ഞാൻ എറണാകുളത്തേക്ക് പ്രാക്ടീസ് ഷിഫ്റ്റ് ചെയ്യുന്നു, ഞാൻ തകർന്ന്, ഇനി എങ്ങോട്ട് ആരുടെ കൂടെ പോകും? അപ്പം ഞാൻ പൊന്നമ്മയോട് പറഞ്ഞു, പൊന്നമ്മ എനിക്ക് എവിടെയെങ്കിലും ഞാൻ എന്ത് ചെയ്യട്ടെ, സ്വാമി ഇപ്പോൾ എറണാകുളത്ത്, ഞാൻ ഇനി ആരുടെ കൂടെ പ്രാക്ടീസ് തുടങ്ങി? അപ്പം പറഞ്ഞു, നമുക്ക് ഒരാളുണ്ട്,
അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു വ്യാസൻ പോറ്റി എന്ന് പറഞ്ഞൊരു നല്ല മിടുക്കനുണ്ട്, സിവിൽ ലോയിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാത്തിങ്ങനെ അദ്ദേഹം വരുന്ന വഴി നോക്കി നിൽക്കുക. അപ്പം കോടതി അടയ്ക്കാറായി, തിരക്കൊന്നും ഇല്ലാതെ പോറ്റി സാർ ഇങ്ങനെ ഇറങ്ങി വരുന്നു, പടിയിറങ്ങി വരുന്നു. അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പേരെന്താ, എവിടെ നിന്നാ, എപ്പോഴാണ് പ്രാക്ടീസ്, ആരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം, വിശ്വനായർ സ്വാമി എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, ഞാൻ സാറിൻ്റെ ഓഫീസിൽ വന്നോട്ടെ എന്നൊന്ന് ചോദിക്കാൻ. ഓ വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി. അതൊക്കെ ഒരു, ഞാൻ പറഞ്ഞ ആ പൊന്നമ്മ, അതുപോലെ തന്നെ ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിയോഗമാണ് അത് അവരെയൊക്കെ കിട്ടിയത്. അങ്ങനെയാണ് പിന്നെ ഞാൻ ആ നല്ലൊരു ഓഫീസാണ് ഞങ്ങളുടെ വ്യാസം പോറ്റി സാറിൻ്റെ ഓഫീസ് പോലെ തിരുവനന്തപുരം അത്ര വലിയ ഓഫീസുകൾ, ജൂനിയേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന ഓഫീസുകൾ വളരെ കുറവായിരുന്നു. സാധാരണഗതിയിൽ നടക്കുന്ന സംഭവമാണ് ക്ലാസ് കട്ട് ചെയ്യുക, സിനിമയ്ക്ക് പോകുക. അങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾ പെൺകുട്ടികൾ കട്ട് ചെയ്തിട്ടേ ഇല്ല. അന്ന് നമ്മൾ ഈ ലോ കോളേജിൽ ആനുവൽ ഡേ വരുമല്ലോ, അന്നെല്ലാവരും കൂടെ ഒരു തമാശ, നാടകം, പാട്ട്, പിന്നെ കളി, തമാശ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴൊരു പാട്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു പാട്ടുണ്ട്, പച്ചപ്പനന്തത്തെ എന്നുള്ളത്. ആ പാട്ട് അത് അവിടെ പഠിച്ചിരുന്ന ലേഡി സ്റ്റുഡൻസ് ആണ് ആ പാട്ട്. അത് എൻ്റെ മനസ്സിൽ നിന്ന് മായില്ല, എനിക്ക് പച്ചപ്പനം തത്തേ പൊന്നാരപ്പൂമുത്തേ ആ ആ പച്ചപ്പനം തത്തേ പൊന്നാരപ്പൂമുത്തേ പൊന്നെല്ലിൻ പൂങ്കരളേ പച്ചപ്പനം തത്തേ പൊന്നാരപ്പൂമുത്തേ പൊന്നെല്ലിൻ പൂങ്കരളേ ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ പച്ചപ്പനം തത്തേ പൊന്നാരപ്പൂമുത്തേ പൊന്നെല്ലിൻ പൂങ്കരളേ നീ ഒന്നുവ പൊന്നഴകേ. തെയ്യന്നം തെയ്യന്നം പാടുന്ന പാടത്ത് നീയൊന്നു പാടഴകേ കൊയ്യുന്ന കൊയ്ത്തരി വാളിന്നു കിക്കിളി പെയ്യുന്ന പാട്ടുപാട് പച്ചപ്പനം തത്തേ പൊന്നാരപ്പൂമുത്തേ പൊന്നെല്ലിൻ പൂങ്കരളേ നീ ഒന്നുവ പൊന്നഴകേ. ഞാൻ ആദ്യത്തെ ജഡ്ജി ആയത് കുടുംബ കോടതിയിലാണ്. പിന്നീടാണ്, അത് 92-ലാണ്. അപ്പം ഈ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ കഴിഞ്ഞ് 3 കൊല്ലം ആയ 88 ആയപ്പോഴത്തേക്ക് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡെപ്യൂട്ടേഷനിൽ ലീഗൽ അഡ്വൈസറായിട്ട് പോയി. അപ്പോൾ അവിടെ 3 കൊല്ലം സ്റ്റേറ്റ് വൈഡ് ജൂറിസ്ഡിക്ഷനാണ്. അവിടെ 3 കൊല്ലം കഴിഞ്ഞ ഉടനെ പിന്നെ എനിക്ക് തോന്നി തിരിച്ച് ജുഡീഷ്യറിക്ക് പോകണം. അങ്ങനെ 1991 പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ജഡ്ജ് റാങ്കിലുള്ള ആളാണ്. ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഡിസ്ട്രിക്ട് ജഡ്ജിനെ ഇപ്പോഴും അതെ ഡെപ്യൂട്ടേഷനിൽ പോകുന്നതാണ് അവിടെ. നല്ല പോസ്റ്റാണത് ഒരു ജുഡീഷ്യൽ ഓഫീസറെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് പത്തനംതിട്ട 1 കൊല്ലം പോകുന്നു. 1 കൊല്ലം കഴിഞ്ഞ ഉടനെ എന്നെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ തിരിച്ചു വരുന്നത് ഫാമിലി കോർട്ട് ജഡ്ജായിട്ടാണ്. അപ്പോൾ ഈ ഫാമിലി കോടതി അന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ പഞ്ചായത്ത് കോടതി, എന്തോ ഡിസ്ട്രിക്ട് ജഡ്ജി, സെഷൻ ജഡ്ജായിരിക്കണം ഞാൻ, ഇനി ഇതിന് പോണ് എന്നൊക്കെ തോന്നിയിരുന്നു മനസ്സിൽ. അങ്ങനെ വളരെ മനസ്സില്ലാ മനസ്സോടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സീനിയർ ലേഡി ജഡ്ജ് തന്നെ വേണമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് സമൂഹത്തിൻ്റെ ഹൃദയത്തുടിപ്പ് മനസ്സിലാക്കിയത്. അതിൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും, കുട്ടികൾ, ദമ്പതികൾ, വയസ്സായവർ, ഇവരുടെയൊക്കെ ദുഃഖം അത് എന്നിലേക്ക് അങ്ങ് വന്ന പോലെ എനിക്കങ്ങ് തോന്നി. ഞാൻ അവരുമായിട്ട് അങ്ങ് അടുത്തു. പിന്നെ ഞാൻ കോടതിയല്ല, അത്
ഇത് സിവിൽ കോടതിയൊക്കെ വിട്ട് സെഷൻസ് അതൊരു- കേസും ഒരു- വിട്ടു. ഒരു life ഇതെൻ്റെ കുടുംബം പോലെയായി തോന്നി. പിന്നെ ഞാൻ വളരെ അടുത്ത് ഈ ജമാതിയും പ്രതിയും എൻ്റെ സുഹൃത്തുക്കളായി. അവരുമായിട്ട് കൗൺസിലിങ്, അവർ കുട്ടികളെ ചൊല്ലിയിട്ട് കുട്ടികളൊക്കെ കരയുന്നത്, ദുഃഖിക്കുന്നത്, കുട്ടികളെ അച്ഛനെ വേണമെന്ന് പറയും, ചിലർ പറയും അമ്മയുടെ കയ്യിൽ പിടിച്ചു വെച്ചേക്ക് എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണമെന്ന് പറയും. അങ്ങനെ എന്തെല്ലാം ദുഃഖങ്ങൾ. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ എല്ലാ ജഡ്ജിമാരോടും ഇപ്പോൾ പറയും 3 കൊല്ലം നിങ്ങൾ എന്തായാലും കുടുംബ കോടതി വരണമെന്ന്. അന്ന് ഞാൻ 4.5 കൊല്ലം കുടുംബ കോടതിയിലിരുന്നു. 5 കൊല്ലമാണ് അവിടെ. ആ 4.5 കൊല്ല കാലത്തിൽ 1995 ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് 200 ദമ്പതികളെ ഞാൻ യോജിപ്പിക്കുന്നത്. അവിടെ എത്തുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഫാമിലി കോർട്ടിൽ ഇരുന്ന സമയത്ത് പിരിഞ്ഞു പോയിട്ട് അതിനെ തിരിച്ച് ഒരുമിപ്പിച്ചതോ അല്ലെങ്കിൽ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ശ്രമം ഫലിക്കാതെ പിരിഞ്ഞു പോയതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വളരെ ഓർമ്മ നിൽക്കുന്ന ഏതെങ്കിലും ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് കേസുകൾ. ഒരു കേസിൽ ഞാൻ പറയാം, ഒരു എപ്പിലെപ്സി ഉള്ള ഒരു പെൺകുട്ടി, കാണാനൊക്കെ നല്ലതാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ ജ്യോത്സ്യനായിരുന്നു. അപ്പോൾ അയാൾ നെടുമങ്ങാടോ മറ്റോ ഉള്ളതാണ്. അപ്പോൾ അയാളുടെ എല്ലാ മക്കളും ഡോക്ടേഴ്സും എൻജിനീയേഴ്സാണ്. ഈ കുട്ടി മാത്രം പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതലേ എപ്പിലെപ്സി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ഈ കൊച്ചുമോളെ ഈ രോഗത്തോടുകൂടി എന്നെപ്പോലെയുള്ള ഡോക്ടറോ എൻജിനീയറോ കൊടുത്താൽ അവളെ ജീവിതം പരാജയമാണ്, അതുകൊണ്ട് ഒരു പാവപ്പെട്ടവനെ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൂടെ പഠിക്കാൻ വന്ന ഒരാൾക്ക് ഈ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. 8 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, ആഭരണങ്ങൾ, വീട് എല്ലാം കൊടുത്താണ് കെട്ടിച്ചത്. പക്ഷേ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്കുണ്ടല്ലേ എപ്പിലെപ്സി വരുമ്പോൾ ആദ്യമൊക്കെ ഇയാൾ കാര്യമായിട്ടൊക്കെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറയുക എത്രയെന്നും പറഞ്ഞ് ഞാൻ സഹിക്കും. അയാൾ എന്നോട് പറഞ്ഞതാണ്, എത്രയെന്നും പറഞ്ഞ് സഹിക്കും. നേരം വിളിക്കുമ്പോൾ ഇവൾ അങ്ങോട്ട് മറിഞ്ഞ് വീണ് വായിക്കൂടെ നൊരയും പതയും വന്നു. പിന്നെ 2 ദിവസം അവിടെ കിടപ്പാണ്. ഇത് എത്ര നാളെ എനിക്ക് സഹിക്കാൻ കഴിയും അയാൾ ചോദിച്ചതാണ്. അപ്പോൾ ഇവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇയാൾ കുട്ടിയെ ട്രീറ്റ് ചെയ്യുകയും പിന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ കുട്ടി ഓടി കോടതിയിലെത്തും. ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് വരുന്നത്. ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ എനിക്ക് ഒരു 20 രൂപ വേണം ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുക. ആ 20 രൂപയും വാങ്ങിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം ഈ പൈസ എൻ്റെ തിരിച്ചു കൊടുത്തരും. അങ്ങനെയായി ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ് ഒന്നിച്ച് വിട്ടു. പിന്നെ ഇതൊക്കെ മാറ്റണം, ഇങ്ങനെയല്ല, കുട്ടിയെ സ്നേഹത്തോടെ നോക്കണം. പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷി പൈസയെല്ലാം അതിൻ്റെ അച്ഛൻ കൊടുക്കുമായിരുന്നു ഒരുപാട്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഈ കുട്ടി പറയുമോ രണ്ടാമത് യോജിപ്പിച്ച് വിട്ടപ്പോഴത്തേക്ക് രാത്രി ഒരു ജോലിക്കാരിയെ നിർത്തി. അടുത്ത ദിവസം നോക്കുമ്പോൾ ജോലിക്കാരിയുടെ വായയിൽ ചെന്ന് കിടക്കുന്ന ഇയാൾ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇനി എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ഡൈവോഴ്സൊക്കെ വാങ്ങി. അപ്പം ഈ മോനെ അയാൾക്ക് വേണം. അപ്പം മോനെ എങ്ങനെയെങ്കിലും കസ്റ്റഡിയിൽ എടുക്കണമെന്ന് വെച്ചാൽ ഇയാളുടെ കൂടെ പോയിരുന്ന കുട്ടി നശിച്ചു. അതുകൊണ്ട് ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഞാൻ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് അങ്ങ് വീട്ടിൽ പോകുന്നു. അങ്ങനെ ഇവൾ സ്കൂളിൽ പോയി കുട്ടിയെ വിളിച്ചുകൊണ്ട് അങ്ങ് വീട്ടിലേക്ക് പോയി. പിന്നെ കുട്ടിയെ ഇങ്ങോട്ട് വിട്ടില്ല. അങ്ങനെ അവർ പിരിഞ്ഞു പോയി. അതിനുശേഷം അതുവരെ കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നു എന്നറിഞ്ഞു. പക്ഷെ എന്നാലും അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ മകളെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്വത്ത് അയക്കെല്ലാം വിറ്റ് പൈസ വേണം. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് മനസ്സിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നത് നമുക്ക് പറയാൻ സമയമില്ലല്ലോ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഇത്രയും പറഞ്ഞു വന്നതിനകത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സൊന്ന് അത് ഓർത്ത് ഒരു ദുഃഖം അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു മോചനം നേടാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പഴയ പാട്ട്, അതിലൊരു സുഗന്ധം ഉള്ള ഒരു ഇത് വയ്ക്കാം, മാനസമൈന. ആയിക്കോട്ടെ, പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു പാട്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ മനസ്സിനൊരു സന്തോഷം പകരുന്നത് എന്ന് വെച്ചാൽ പ്രേമത്തിൻ്റെ, അതായത് ആ മനസ്സുകൾ തമ്മിൽ അടുപ്പം, അതായത് ഭാര്യയും ഭർത്താവും ഇത് മനസ്സിലാക്കണം. ആ പ്രണയത്തിൽ നിന്ന് അവരിൽ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ആ പ്രണയം ജീവിതത്തിലുടനീളം ഉണ്ടാവണം. പരാജയപ്പെട്ടു പോയെങ്കിലും കോളേജിൽ പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പിച്ചു ഞാൻ എന്തായാലും. അല്ലെങ്കിൽ ഈ പാട്ട് വരേണ്ട കാര്യമില്ല. ദൈവമേ, കുടുംബം കാലക്കല്ലേ. മധുരം തരൂ നിന്നരുമപ്പൂടി നീ തേടുവതാരെ ആരെ മാനസമൈനേ
നിലാവിൻ്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, നിലാവിൻ്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ട